ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് an objective lens of focal length 2 cm and an eyepiece of focal length 6.25 cm separated by a distance of 15 cm. നമുക്ക് ആദ്യം അതൊന്ന് വരച്ച് നോക്കാം അല്ലേ. മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒബ്ജക്റ്റീവ് എങ്ങനെയാണ്? ഒബ്ജക്റ്റീവ് ലെൻസ് വളരെ ചെറുതാണ് അല്ലേ. ഒബ്ജക്റ്റീവ് ലെൻസ് കുറച്ച് ചെറുതാണ്, റഫായിട്ട് വരയ്ക്കുന്നതാണേ. ഐ പീസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലാർജറാണ്. ക്ലിയർ? ദിസ് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് ദിസ് ഈസ് ഐ പീസ്. ഓക്കെ, ഞാൻ ഇത് റഫ് പിക്ചറാണ്, ഞാൻ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് F1 FO എന്ന് പേര് കൊടുക്കാം, അല്ലെങ്കിൽ F1 എന്ന് പേര് കൊടുത്താലും മതി. ഫസ്റ്റ് ഫോക്കൽ ലെങ്ത് എന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് F1. ആൻഡ് ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് F2 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഇവിടെ തന്ന കാര്യങ്ങൾ ഞാനിവിടെ എഴുതിയേക്കാം. ഹിയർ F1 ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ ആൻഡ് F2 ഈസ് ഈക്വൽ ടു 6.25 സെൻറ്റിമീറ്റർ. തന്ന കാര്യങ്ങൾ അവിടെ എഴുതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഒബ്ജക്റ്റീവ് ലെൻസ്, ഐ പീസ്, they are separated by a distance of 15 cm. ഒയിനും ഇക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. നമുക്കത് പിക്ചർ ജസ്റ്റ് ഒന്ന് കാണിക്കാം അല്ലേ. 15 സെൻറ്റിമീറ്റർ ആണ് ഈ രണ്ട് ലെൻസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. 15 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ്? നെക്സ്റ്റ്, ഹൗ ഫാർ ഫ്രം ദ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ. ഹൗ ഫാർ ഫ്രം ദ ഒബ്ജക്റ്റീവ് ഷുഡ് എൻ ഒബ്ജക്റ്റ് ബി പ്ലേസ്ഡ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദ ഫൈനൽ ഇമേജ്, ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. നമ്മൾ ഒബ്ജക്റ്റ് എവിടെ വെക്കണം? ഞാൻ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെ വെക്കണം? ഒബ്ജക്റ്റ് AB അല്ലേ, AB, ഹൈറ്റ് H എവിടെ വെക്കണം? സോ ദാറ്റ് ദ ഫൈനൽ ഇമേജ് ഈസ് അറ്റ് 25 സെൻറ്റിമീറ്റർ ഫ്രം ഐ പീസ്. നമ്മൾ ഐ പീസിൻ്റെ അടുത്ത് നിന്നിട്ടാണല്ലോ വാച്ച് ചെയ്യുന്നത്. ഐ പീസിൽ നിന്ന് 25 സെൻറ്റിമീറ്റർ അകലെയായിട്ടാണ് വേണം ഇമേജ് കിട്ടാൻ. എങ്ങനെയാണെങ്കിൽ ഈ AB ഞാൻ എവിടെ വെക്കണം? ഫൈനൽ ഇമേജ് 25 സെൻറ്റിമീറ്റർ എവേ ഫ്രം ഐ പീസ്. അത് നമുക്കറിയാം, റേ ഡയഗ്രാംസ് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ H ആദ്യം തന്നെ എന്തുണ്ടാക്കും? H' ഉണ്ടാക്കും അല്ലേ. ഇറ്റ് വിൽ ബി ഇൻവെർട്ടഡ്. അത് H' ആക്കി മാറ്റും, Hനെ H' ആക്കി മാറ്റും. ആരാണത്? അത് നമ്മളെ ഒബ്ജക്റ്റീവ് ലെൻസ്. ഇത് നമ്മളെ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ദിസ് ഈസ് ദ ഐ പീസ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ Hനെ H' ആക്കി മാറ്റും ഒബ്ജക്റ്റീവ്, പിന്നെ H' H" ആക്കി മാറ്റും ഐ പീസ്. അത് H' സൈഡിൽ തന്നെയായിരിക്കും വരാം. H". ക്ലിയർ? H". ഞാൻ ഇതിപ്പോൾ വെറുതെ റഫായിട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ. H" വിൽ ബി ദ ഫൈനൽ ഇമേജ്. സോ Hനെ H' ആക്കി മാറ്റി ഒബ്ജക്റ്റീവ് ലെൻസ്, H'-നെ H" ആക്കി മാറ്റി ഐ പീസ്. ഇതിനിടയ്ക്കുള്ള റേ ഡയഗ്രാംസുകളൊന്നും വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഈ H" ആണ് നമ്മളെ ഫൈനൽ ഇമേജ്. അത് ഐ പി സി എന്നുള്ള ഡിസ്റ്റൻസ് 25 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, H" ദ ഫൈനൽ ഇമേജ് ഈസ് അറ്റ് 25 സെൻറ്റിമീറ്റർ എവേ ഫ്രം ഐ പീസ്. അതാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ AB എവിടെയാണ് വെക്കുന്നത് അല്ലേ? ശരിയല്ലേ? AB വെക്കുന്ന ഡിസ്റ്റൻസ് നമുക്ക് അറിയണം. നമുക്കത് അറിയില്ല. നമ്മളത് അസ്യൂം ചെയ്യുക U1 എന്ന് ഞാൻ പേര് കൊടുത്തോട്ടെ. U1 നമുക്ക് U1 ആണ് കാണേണ്ടത്. നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒബ്ജക്റ്റ് വെക്കുന്ന ഡിസ്റ്റൻസ് നമുക്ക് U1 എന്ന് പേര് കൊടുക്കാം. ഓക്കെ, U1 അതുണ്ടാക്കുന്ന ഇമേജ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് V1. ശരിയല്ലേ? ക്ലിയർ ആയല്ലോ? U1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റ് വെക്കുന്ന ഡിസ്റ്റൻസ്, അതാണ് U1. ഫസ്റ്റ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് ആണല്ലോ H'. അത് ലെൻസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് V1 എന്ന് പേര് കൊടുക്കാം.
ഇനി എച്ച് ഡാഷ് എന്താണ്? ഈ എച്ച് ഡാഷ് ഐ പീസിൻ്റെ ഒബ്ജക്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. എച്ച് ഡാഷ് ഐ പീസിൻ്റെ ഒബ്ജക്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. ഈ എച്ച് ഡാഷ് മുതൽ ഐ പീസ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്തെന്ന് പേര് കൊടുക്കുക? U2 എന്ന് പേര് കൊടുക്കുക. എന്തുകൊണ്ടാണ് U2 ആയത്? എച്ച് ഡാഷ് ആക്ട് ആസ് ദ ഒബ്ജക്റ്റ് ഫോർ ദ ഐ പീസ്. അപ്പോൾ ഈ എച്ച് ഡാഷ് ഐ പീസ് എന്നുള്ള ഡിസ്റ്റൻസ് U2 ആയിട്ട് എടുക്കുക. എച്ച് ഡബിൾ ഡാഷ് അതാണ് ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഐ പീസ്, അത് നമുക്ക് V2 ആയിട്ട് എടുക്കാം. ക്ലിയർ ആയാലോ? ഇത് V2 ആണ്. ദിസ് ഡിസ്റ്റൻസ് ഈസ് V2. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടിയും കേൾക്കാം. കേട്ടല്ലോ? ഞാനതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഇൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആ V2 25 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൈൻ കൺവെൻഷൻ പ്രകാരം -25 എന്ന് എഴുതേണ്ടി വരും. സൈൻ കൺവെൻഷൻ പ്രകാരം എന്ത് എഴുതണം? -25 എന്ന് എഴുതണം. അതെന്താ അങ്ങനെ എഴുതാൻ കാരണം? കാരണം നമ്മളെ ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കാറ്. അപ്പോൾ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ, ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഐ പീസ് 25 സെൻറ്റിമീറ്റർ ലെഫ്റ്റ് സൈഡിലാണ് അല്ലേ? എ പാർട്ട് പറഞ്ഞിരിക്കുന്ന 25 സെൻറ്റിമീറ്റർ അകലെ വരണം. പിന്നെ F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ്. F2 ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് 6.25 ആണ്. കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ്. നമുക്ക് ഇതിൽ നിന്ന് U2 കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ പറ്റും? U2 കാണാം. U2 കിട്ടിക്കഴിഞ്ഞാൽ V1 കിട്ടും. നമ്മൾ ലെൻസ് ഫോർമുല പ്രകാരം 1/V2 - 1/U2 = 1/F2 എന്നാണല്ലോ. ശരിയല്ലേ? അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് എഴുതി പോവാണ്. ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? 1/U2 = 1/V2 - 1/F2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1/V2 എന്ന് പറയുമ്പോൾ 1/-25 മൈനസ് 1/F2 എന്ന് പറയുമ്പോൾ 1/6.25. ഇവിടെ ഞാനൊരു കാര്യം ചെയ്യണം, കാൽക്കുലേഷൻസ് ഞാൻ പറയുന്നില്ല, കാരണം കുറച്ച് ലെങ്തി പ്രോബ്ലം ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാം. 6.25 നിങ്ങൾക്ക് വേണമെങ്കിൽ 625/100 എന്നൊക്കെ എഴുതി റെസിപ്രോക്കൽ എടുത്തൊക്കെ ചെയ്യാം. കാൽക്കുലേഷൻ ഞാനിവിടെ കാണിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് -1/5 എന്ന് കിട്ടും. 1/U2 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാൽക്കുലേഷൻ പറയുന്നില്ല. 1/U2 വിൽ ബി -1/5. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് U2 കിട്ടും. റെസിപ്രോക്കൽ എടുത്താൽ U2 = -5 സെൻറ്റിമീറ്റർ. U2 = -5 സെൻറ്റിമീറ്റർ. മൈനസ് സൈൻ വരാനുള്ള കാരണം അറിയാമല്ലോ, ലെഫ്റ്റ് സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഡിസ്റ്റൻസ് 5 ആണെന്ന് മനസ്സിലായി അല്ലേ? ഏത് ഡിസ്റ്റൻസ്? നമുക്കത് വേണമെങ്കിൽ ഫിഗറിൽ മാർക്ക് ചെയ്യാം കേട്ടോ. ഈ ഡിസ്റ്റൻസ് 5 ആണെന്ന് കിട്ടി. ഈ ഡിസ്റ്റൻസ് 5 ആണെന്ന് നമുക്ക് കിട്ടി. ഫിഗറിൽ മാർക്ക് ചെയ്താൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് മാർക്ക് ചെയ്തത്. U2 = ഈ ഡിസ്റ്റൻസ് 5 ആണെന്നല്ലേ ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് V1 എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ? V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 - 5 ചെയ്താൽ പോരെ? 15 - 5 ചെയ്താൽ V1 കിട്ടും. ആ പിക്ചർ നോക്കുക, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 - 5 ദാറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ. സൈൻ കൺവെൻഷൻ പ്രകാരം V1 പോസിറ്റീവ് തന്നെയാണ്. വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് ലെൻസ് V1 റൈറ്റ് സൈഡിലോട്ടാണ്. വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് ലെൻസ് V1 റൈറ്റ് സൈഡിലോട്ടായതുകൊണ്ട് പോസിറ്റീവ് സൈനായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നുള്ളൂ. V1 അപ്പോൾ ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജിൻ്റെ പൊസിഷൻ കിട്ടി. ഫസ്റ്റ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 2 ആണ്, +2 ആണ്. കാരണം കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ്. നമുക്ക് എന്താ വേണ്ടതെന്ന് ഓർമ്മയുണ്ടോ? U1 ആണ് കാണേണ്ടത്. U1 അപ്പോൾ തിൻ ലെൻസ് ഫോർമുല പ്രകാരം 1/V1 - 1/U1 = 1/F1. തിൻ ലെൻസ് ഫോർമുല. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഓക്കെ,
1/u1 ഈസ് ഈക്വൽ ടു അറേഞ്ച് ചെയ്യാണ് 1/v1 മൈനസ് 1/f1. നോക്കിയാൽ ശരിയല്ലേ എന്ന്? 1/u1 ഈക്വൽ ടു 1/v1 മൈനസ് 1/f1. എഗെയിൻ കാൽക്കുലേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, v1ൻ്റെ സ്ഥാനത്ത് 10 സെൻറ്റിമീറ്റർ ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ f1, ഇത് f1 ആണ് ഉണ്ടാക്കേണ്ടത്, ഇത് f1 ആണ്. ക്ലിയർ? ഇത് f1 ആണ്, 2 സെൻറ്റിമീറ്റർ. അപ്പോൾ v1ൻ്റെ സ്ഥാനത്ത് 10 സെൻറ്റിമീറ്റർ, f1ൻ്റെ സ്ഥാനത്ത് 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ 1/u1 കിട്ടും നിങ്ങൾക്ക്. 1/u1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? -4/10 കിട്ടും. -4/10 കിട്ടും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി ഇതിൻ്റെ ബാക്കി, ഇത് കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്, അതുകൊണ്ട് ഞാൻ എല്ലാ സ്റ്റെപ്പുകളും ഇവിടെ എഴുതുന്നില്ല. ഐ മീൻ കാൽക്കുലേഷൻ പാർട്ട് പറയുന്നില്ല. റെസിപ്രോക്കൽ എടുക്കുക. അറിയാമല്ലോ, 1/u1 ഇത് കിട്ടിക്കഴിഞ്ഞാൽ റെസിപ്രോക്കൽ എടുക്കും. അപ്പോൾ u1 ഈക്വൽ ടു -2.5 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അപ്പോൾ 2.5 സെൻറ്റിമീറ്റർ അകലെ വെക്കണം. ഒബ്ജക്റ്റ് 2.5 സെൻറ്റിമീറ്റർ അകലെ വെച്ചാൽ നമുക്ക് ഇമേജ് ഈ പറയുന്ന പോലെ 25 സെൻറ്റിമീറ്റർ അകലെ കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ മാഗ്നിഫയിങ് പവർ കാണാൻ പറയുന്നുണ്ട് ഓഫ് ദ മൈക്രോസ്കോപ്പ് ഇൻ ഈച്ച് കേസ്. മാഗ്നിഫിക്കേഷൻ തന്നെ പറഞ്ഞോ, കുഴപ്പമില്ല. മാഗ്നിഫയിങ് പവർ കണ്ടുപിടിക്കണം. അതായത് നെറ്റ് മാഗ്നിഫിക്കേഷനാണ് ഉദ്ദേശിച്ചത്, നെറ്റ് മാഗ്നിഫിക്കേഷൻ. ഇപ്പം നെറ്റ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇൻറ്റു ഐ പീസിൻ്റെ മാഗ്നിഫിക്കേഷൻ. രണ്ട് ലെൻസ് ഇങ്ങനെ അടുത്തടുത്ത് വന്നാൽ അങ്ങനെയാണ് ചെയ്യുക. ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാക്കുന്ന മാഗ്നിഫിക്കേഷൻ ഇൻറ്റു ഐ പീസ് ഉണ്ടാക്കുന്ന മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുല എന്താണെന്നറിയാലോ? എങ്ങനെയാണ് മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുല? ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ v/u പഠിച്ചിട്ടില്ലേ? ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുല v/u ആണ്. ഇപ്പോൾ m0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v1/u1. ശരിയല്ലേ? v1/u1. സൈൻ നമ്മളിവിടെ നോക്കുന്നില്ല കേട്ടോ. ഓക്കെ, സൈൻ മേ ബി നെഗറ്റീവ്, നമ്മൾ സൈൻ നോക്കുന്നില്ല. മോഡുലസ് ഇടുക, അതായത് നെഗറ്റീവ് സൈൻ റിജക്റ്റ് ചെയ്യാനാണ്. ഐ പീസിൻ്റെ മാഗ്നിഫിക്കേഷൻ അത് v2/u2 എന്ന് എഴുതാം, നോ പ്രോബ്ലം അല്ലേ? മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുല v2/u2 അല്ലേ? v2/u2. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇത് ചെയ്തു വരുമ്പോൾ എന്ത് കിട്ടും? v1 എത്രയാണ്? ഞാൻ വാല്യൂസ് ഇട്ട് കൊടുത്ത് കാണിച്ചു തരാമല്ലോ. v1 നമ്മളിവിടെ ചെയ്തിട്ട് 10 കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? u1 നമുക്ക് ചെയ്തു വന്നപ്പോൾ 2.5, നെഗറ്റീവ് സൈൻ റിജക്റ്റ് ചെയ്യാണ്. v2 നമുക്ക് എത്ര കിട്ടി? v2 25 ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. u2 നമുക്ക് 5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇത് എത്ര വരും? ഇത് ചെയ്തു വരുമ്പോൾ 20 കിട്ടണില്ലേ എന്ന് നോക്കിയേ. 25/2.5 10 വരും. 100/5 എത്ര? 20 ആണ് മാഗ്നിഫിക്കേഷൻ. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.